ഹരേ കൃഷ്ണ. ഓണമല്ലേ വരുന്നത്? അപ്പം നമുക്കിന്ന് ഗുരുവായൂരപ്പൻ ഓണക്കോടി ചോദിച്ച് വാങ്ങിയ കഥ കേട്ടാലോ? മല്ലിശ്ശേരി തിരുമേനിയുടെ കഥയാണ് കേട്ടോ. വളരെ പണ്ട് നടന്നൊരു കാര്യമാണ്. മല്ലിശ്ശേരി തിരുമേനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷമം അദ്ദേഹത്തിന് ധാരാളം ഉണ്ടായിരുന്നു. എപ്പോഴാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്ന ഒരു സങ്കടം ഭഗവാനോട് എന്നും പറയും. അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു ഓണക്കാലത്ത് ഓണപ്പുടവ കൊടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ പുടവ കൊടുക്കുന്ന സമയത്ത് മിടുക്കനായിട്ടുള്ള വളരെ തേജസ്സുള്ള ഒരു ഉണ്ണി വന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു പുടവ ചോദിച്ചു. പുടവ കഴിയാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പുടവ അദ്ദേഹം കൊടുത്തു. ഇനി ഒരു പുടവയും കൂടി ഉള്ളോട്ടാ. ഉണ്ണി പോവാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ണിയോട് ചോദിക്കുകയാണ്, എന്താ നിൽക്കുന്നത്? അപ്പോൾ ഉണ്ണി പറയാണ്, ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞു. അവസാനത്തെ ആ പുടവയും കൂടി അദ്ദേഹം എടുത്തു കൊടുത്തു. എന്നിട്ടും ഉണ്ണി പോകുന്നില്ല കേട്ടോ. അവിടെ നിന്ന് വരഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ പറയുകയാണ്, എനിക്ക് ഈ പിശാങ്കത്തിയും കൂടി വേണമെന്ന്. ഈ പിശാങ്കത്തി എന്ന് പറയുന്നത് പണ്ട് പുടവകളൊക്കെ മുറിച്ചിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ് പിശാങ്കത്തി. അദ്ദേഹം ആ പിശാങ്കത്തി ഉണ്ണിക്ക് കൊടുത്തു കേട്ടോ. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേന്ന് നിർമ്മാല്യം തൊഴാൻ എത്തിയപ്പോഴാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും കാണുന്നത് ആ 2 പുടവകളും ഭഗവാന്റെ ശ്രീലകത്തിരിക്കുന്നതും കൂടെ ആ കത്തിയും കൂടി ഉണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ഇന്നലെ തൻ്റെ അടുത്ത് വന്ന ഓണപ്പുടവ ചോദിച്ചു വാങ്ങിയത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. പിന്നെ അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉണ്ണി പിറന്നു. ആ ഉണ്ണിക്ക് കൃഷ്ണൻ എന്ന പേരും വെച്ചു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പരമ്പരയിലുണ്ടാകുന്ന ആദ്യത്തെ പുത്രന് കൃഷ്ണൻ എന്നാണ് പേര് വയ്ക്കുന്നത്. ഇപ്പോഴും ഭഗവാനെ സമർപ്പിക്കുന്ന ആദ്യത്തെ ഓണക്കോടി മല്ലിശ്ശേരി തിരുമേനിയുടെ വകയാണ്. അന്ന് 2 ഓണക്കോടികളല്ല ചോദിച്ചു വാങ്ങിയത്. അപ്പോൾ ഇന്നും 2 ഓണക്കോടിയാണ് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഒരു കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ.